ഹലോ ഫ്രണ്ട്സ്, NCERT CBSE സിലബസിൻ്റെ ക്ലാസ് 8 ഹിന്ദി ബുക്കായ വസന്ത് ചാപ്റ്റർ 11 ജബ് സിനിമ നെ ബോൾനെ സീക്ക അതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ലേഖകനാണ് പ്രദീപ് തിവാരി. പ്രദീപ് തിവാരി ഇതിൽ സിനിമയെക്കുറിച്ചുള്ള, നമ്മുടെ ഭാരതത്തിൽ സിനിമ ആദ്യം അവതരിച്ചതിനെ കുറിച്ചുള്ള ഒരു ചരിത്രമാണ് ഇതിൽ പറയുന്നത്. ആദ്യം മൂകമായ സിനിമകളുണ്ടായിരുന്നു, അതിനുശേഷം സംസാരിക്കുന്ന അല്ലെങ്കിൽ ശബ്ദമുള്ള ചലച്ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ചിത്രമാണ് ചലച്ചിത്രം. സിനിമയുടെ മറ്റൊരു വാക്കാണ് ചലച്ചിത്രം. അപ്പോൾ എന്താണ് ലേഖകൻ പറയുന്നത് നമുക്ക് നോക്കാം. ജബ് സിനിമാനെ ബോൾനെ സീക്ക, സിനിമ സംസാരിക്കാൻ പഠിച്ചപ്പോൾ, അതാണ് അതിൻ്റെ അർത്ഥം. ടൈറ്റിലിൻ്റെ അർത്ഥം സിനിമ സംസാരിക്കാൻ പഠിച്ചപ്പോൾ. അപ്പോൾ തുടങ്ങാം. വേ സബി സജീവ് ഹെ, सांस ले रहे हैं, 100% बोल रहे हैं, 78 मुर्दा इंसान जिंदा हो गए, उनको बोलते बातें करते देखो. देश की पहली सवाक बोलती फिल्म आलम आरा के पोस्टरों पर विज्ञापन की ये पंक्तियाँ लिखी हुई थी എന്ന് പറഞ്ഞാൽ വേ ബി സജീവ് ഹെ സാൻസ് ലേ രഹേ ഹെ എന്ന് പറഞ്ഞാൽ ആദ്യമേ മൂക സിനിമകളായിരുന്നു നമുക്ക് ഇന്ത്യയിലുണ്ടായിരുന്നത്. അതായത് സംസാരിക്കാത്ത, ശബ്ദമില്ലാത്ത, ആക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചില ചാർലി ചാപ്ലിൻ്റെ കാർട്ടൂണൊക്കെ നമുക്ക് ചില ചാനലിലൊക്കെ കാണാൻ പറ്റില്ലേ. അതുപോലെ തന്നെ ശബ്ദം ഉണ്ടാവില്ലായിരുന്നു, പിക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മൂവി മാത്രമേ കാണാൻ പറ്റുള്ളൂ, അതിൽ നമുക്ക് സംസാരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ സംസാരിക്കുന്ന ചലച്ചിത്രം വന്നപ്പോൾ അതിൻ്റെ പരസ്യമായിട്ട് അവർ കൊടുത്ത വാക്കുകളാണ് വേ ബി സജീവ് ഹേ, അവരും സജീവമാണ്. സാൻസ് ലേ രഹേ ഹേ, അവർ ശ്വാസം വലിക്കുന്നുണ്ട്. 100% ബോൾ രഹേ ഹേ, 100% സംസാരിക്കുന്നുമുണ്ട്. 78 മുർദ ഇൻസാൻ ജിന്ദ ഹോഗെ എന്ന് പറഞ്ഞാൽ 78 മുർദ ഇൻസാൻ, അതായത് ജീവനില്ലാത്ത മനുഷ്യർ അല്ലെങ്കിൽ പൗരന്മാർ ജീവൻ വെച്ചു. ഉनको बोलते बातें करते देखो, അവരെ സംസാരിക്കുന്ന കാണൂ എന്നാണ് പറയുന്നത്. ഈ ശബ്ദം സിനിമ വന്നപ്പോഴേക്കും അതിൻ്റെ പരസ്യവാചകം അവർ കൊടുത്ത ഇങ്ങനെയാണ്. ദേശ് കി പെഹലി സവാക്ക് ബോൾത്തി ഫിലിം ആലം ആരാ കെ പോസ്റ്ററും പർ വിജ്ഞാപൻ കീയെ പങ്ക്തിയാം ലിഖി ഹുയി തീ എന്ന് പറഞ്ഞാൽ ദേശത്തെ, നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ സവാക്ക് ബോൾത്തി സംസാരിക്കുന്ന ചലച്ചിത്രമായ ആലം ആരയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം. ആലം ആരയ്ക്ക് പോസ്റ്ററും പർ വിജ്ഞാപൻ എന്ന് പറഞ്ഞാൽ പോസ്റ്ററിലുള്ള പരസ്യം. കീയെ പങ്ക്തിയാം ലിഖി ഹുയി തീ, ഈ വാക്കുകളാണ്, മോളി പറഞ്ഞ വാക്കുകളാണ് നമുക്ക് അതിൻ്റെ പരസ്യത്തെ വാചകത്തിൽ എഴുതിയിരുന്നത്. 14 മാർച്ച് 1931 എന്ന് പറഞ്ഞാൽ 14 മാർച്ച് 1931 की वह ऐतिहासिक तारीख भारतीय सिनेमा में बड़े बदलाव का दिन था എന്ന് പറഞ്ഞാൽ 14 മാർച്ച് 1931 ഈ ഒരു ഐതിഹാസികമായ അല്ലെങ്കിൽ ചരിത്രപരമായ ഈ ഡേറ്റ് ഭാരതീയ സിനിമാമേ ബഡേ ബദലാവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ വളരെയേറെ ബദലാവ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ദിവസമായിരുന്നു. ഇസി ദിൻ പെഹലി ബാർ ഭാരത് കെ സിനിമാനെ ബോൾനെ സീക്കാത്ത, ഈ ദിവസമാണ് ആദ്യമായിട്ട് ഇന്ത്യൻ സിനിമ സംസാരിക്കാൻ തുടങ്ങിയത്. ഹാലാക്കി വോ ദോർ ഏസാ താ ജബ് മൂക് സിനിമ ലോകപ്രിയതയ്ക്ക് ശിഖർ പർ താ, ഈ സംസാരിക്കുന്ന സിനിമ വരുന്ന സമയത്ത് മൂകമായ സിനിമ, അതായത് ശബ്ദമില്ലാത്ത സിനിമകൾ വളരെയേറെ ജനപ്രചാരം കിട്ടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അതിന് വളരെയേറെ ലോകപ്രിയത കിട്ടിയിരുന്നു. ഹാലാക്കി വോ ദോർ ഏസാ താ ജബ് മൂക് സിനിമ ലോകപ്രിയതയ്ക്ക് ശിഖർ പർ താ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മൂക സിനിമകളും ശബ്ദമില്ലാത്ത സിനിമകളും ലോകപ്രിയമായിരുന്നു. പെഹലി ബോൾത്തി ഫിലിം ജിസ് സാൽ പ്രദർശിത് ഹുയി ഉസി സാൽ കൈ മൂക്ക് ഫിലിമും ബി വിഭിന്ന ഭാഷാവുമേ ബനി. പെഹലി, അതായത് ആദ്യമത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം ഇറങ്ങിയപ്പോൾ ആ സമയത്ത് മുൻപുണ്ടായിരുന്ന മൂകമായ സിനിമകൾ ഒത്തിരിയേറെ കളിക്കുന്നുണ്ടായിരുന്നു. കാരണം അന്ന് വരെ ശബ്ദമില്ലാത്ത സിനിമകളായിരുന്നു. അപ്പോൾ അവർക്കായിരുന്നു ലോകപ്രചാരം, ജനങ്ങളത് കണ്ട് രസിക്കുമായിരുന്നു. പിന്നീട് സംസാരിക്കുന്ന സിനിമ വന്നു. മഗർ ബോൾത്തി ഫിലിമും കൈ നയാ ദൗർ ശുരു ഹോ ഗയാ, സംസാരിക്കുന്ന സിനിമകൾ വന്നതോടുകൂടി അതിൻ്റെ ഒരു ട്രെൻഡ് തുടങ്ങി, അതിനാണ് കൂടുതൽ ലോകപ്രിയത കിട്ടി തുടങ്ങിയത്. പിന്നെ പെഹലി ബോൾത്തി ഫിലിം ആലം ആര ബനാനെ വാലെ ഫിലിംകാർ തേ അർദേശിർ എം ഇറാനി, ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം ഉണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ നിർമ്മിച്ച ആൾ അല്ലെങ്കിൽ സംവിധാനം ചെയ്ത ആളാണ് അർദേശിർ എം ഇറാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. अर्देशीर ने 1929 में हॉलीवुड का एक बोलती फिल्म शो बोट देखी.
അതായത് അദ്ദേഹത്തിന് അതിന് പ്രേരണ കിട്ടിയ എന്താണ്, അദ്ദേഹം 1929 ഹോളിവുഡിൻ്റെ ഇംഗ്ലീഷിൽ ഒരു സംസാരിക്കുന്ന സിനിമ കണ്ടു. ഏത് സിനിമയായിരുന്നു? ഷോ ബോട്ട് കണ്ടു. അവർ ഉൻകെ മൻമേ ബോൾത്തി ഫിലിം ബനാനേക്ക് ഇച്ഛാ ജാഗി. ഇത് കണ്ടതോടെയാണ് അദ്ദേഹത്തിന് സംസാരിക്കുന്ന ചലച്ചിത്രം ഉണ്ടാക്കാനായിട്ട് പ്രേരണ കിട്ടിയത്. പാർസി രംഗമഞ്ച് കെ एक लोकप्रिय नाटक को आधार बनाकर उन्होंने अपनी फिल्म की पटकथा बनाई എന്ന് പറഞ്ഞാൽ അന്ന് പാർസി എന്ന് പറഞ്ഞാൽ ഫാഴ്സി എന്ന് പറയും. അതൊരു പാഴ്സി നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പാഴ്സി രംഗമഞ്ച്, പാഴ്സി നാടകത്തിൻ്റെ ഒരു ലോകപ്രിയ, അതായത് ജനപ്രിയമായ ഒരു നാടകത്തിൻ്റെ അതിനെ ആധാരപ്പെടുത്തി ഒരു സിനിമ ഉണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരക്കഥ എഴുതി. പട്ടക്കഥ എന്ന് പറഞ്ഞാൽ തിരക്കഥ. ഇസ് നാടക് കെ കൈ ഗാനെ ജോം കെത്തിയോം ഫിലിമേ ലേ ഗയേ. അപ്പോൾ ആ നാടകത്തിലെ തന്നെ പല പാട്ടുകളും സിനിമയിലും അദ്ദേഹം എടുക്കുകയുണ്ടായി. ഏക് ഇൻ്റർവ്യൂ മേ അർദ്ദശീർ ने उस वक्त कहा था हमारे पास कोई संवाद लेखक नहीं था. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഞങ്ങളുടെ കയ്യിൽ ഒരു കഥാകാരനോ കഥാകൃത്തോ അല്ലേ. ഏക് ഇൻ്റർവ്യൂ മേ അർദ്ദശീർ ने उस वक्त कहा था हमारे पास कोई संवाद लेखक नहीं था എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിൽ അർദ്ദശീർ എന്ന സംവിധായകൻ പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ കയ്യിൽ ഒരു സംവാദ് ലേഖക് എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരനോ കഥാകൃത്തോ ഒന്നുമില്ലായിരുന്നു. ഗീത്കാർ നഹിത്ത, ഒരു സംഗീതകാരൻ ഇല്ലായിരുന്നു. സംഗീത്കാർ നഹിത്ത, ഒരു പാടുന്ന ആളോ സംഗീതം ചെയ്യുന്ന ആളോ ആരും തന്നെ ഞങ്ങളുടെ പക്കൽ ഇല്ലായിരുന്നു. ഇൻ സബ് കി ശുരുവാത്ത് ഹോനി തി, ഇതെല്ലാം തുടങ്ങേണ്ടിയിരുന്നു. അർദ്ദശീർ ने फिल्म के गानों के लिए स्वयं की धुन चुनी. അദ്ദേഹം എന്ത് ചെയ്തു? ആ സിനിമയ്ക്ക് വേണ്ടി പുള്ളി സ്വയമായിട്ട് തന്നെ ഒരു ട്യൂൺ ഇട്ടു, മ്യൂസിക് ഇട്ടു. ഫിലിം കെ സംഗീത് മേ മെഹജ് 3 വാദ്യ തബല, ഹാർമോണിയം और വയലിൻ का इस्तेमाल किया गया. സിനിമയുടെ മ്യൂസിക്കിനായിട്ട് പ്രധാനമായിട്ടുള്ള 3 വാദ്യോപകരണങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഉപയോഗിച്ചത്. എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? തബല, ഹാർമോണിയം, വയലിനും इस्तेमाल किया गया, അതിനെ ഉപയോഗിച്ചു. आलम आरा में संगीतकार या गीतकार में स्वतंत्र रूप से किसी का नाम नहीं डाला गया. ആ സിനിമയുടെ പേര് ടൈറ്റിലിൽ സംഗീതക്കാർ, മ്യൂസിക്കിൻ്റെ സ്ഥാനത്ത് ആരുടെയും പേര് പ്രത്യേകമായിട്ട് ഇട്ടില്ല. കാരണം ഇദ്ദേഹം തന്നെയാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇസ് ഫിലിം മേ പെഹലെ പാർശ്വ ഗായക് ബനെ WM ഖാൻ. ഈ സിനിമയുടെ ആദ്യത്തെ പിന്നണി ഗായകൻ അല്ലെങ്കിൽ പ്ലേബാക്ക് സിംഗർ എന്നൊക്കെ പറയില്ലേ നമ്മൾ സിനിമ നടന്മാർക്ക് പാടുന്ന ഗായകർ, അവരാണ് പ്ലേബാക്ക് സിംഗർ. അതിൻ്റെ ആദ്യത്തെ പ്ലേബാക്ക് സിംഗറായിരുന്നു WM ഖാൻ എന്ന ഒരാൾ. പഹല ഗാന ത ദേ ദേ ഖുദാ കെ നാം പർ പ്യാരെ അഗർ ദേനേക്ക് താക്കത്തെ. ആദ്യത്തെ ഗാനം എന്തായിരുന്നു? അതിൻ്റെ വരികളാണ് ആ കൊടുത്തിരിക്കുന്നത്. ദേ ദേ ഖുദാ കെ നാം, അതായത് നിങ്ങൾക്ക് തരാനുള്ള ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ പേരിൽ തന്നോളൂ എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ദേ ദേ ഖുദാ കെ നാം എന്ന് പറഞ്ഞാൽ തരൂ ദൈവത്തിൻ്റെ പേരിൽ, അഗർ ദേനേക്ക് താക്കത്തെ, നിങ്ങൾക്ക് തരാനുള്ള ശക്തി ഉണ്ടെങ്കിൽ. ആലം ആരാ ക സംഗീത് ഉസ് സമയ ഡിസ്ക് ഫോം മേ റെക്കോർഡ് നഹി കിയ ജാ സക എന്ന് പറഞ്ഞാൽ ആലമാരയുടെ സംഗീതം ആ സമയത്ത് അന്ന് ഡിസ്ക് ഫോമിലാണ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. നമ്മുടെ പഴയ കാസറ്റിൻ്റെ പോലെ തന്നെ വലിയ ഡിസ്കുകളുണ്ടാവും. അത് വെച്ചിട്ടാണ് അതിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ അതിൽ റെക്കോർഡ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. കാര്യം അന്നത്തെ കാലത്ത് ചിലപ്പം അത് വില കൂടിയൊരു റേറ്റ് കൂടിയൊരു പരിപാടിയായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് ഒഴിവാക്കിയത്. ഫിലിം की शूटिंग शुरू हुई तो साउंड के कारण ही इसकी शूटिंग रात में करनी पड़ती थी. ഫിലിം ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ എന്തു പറ്റി? ചുറ്റുവട്ടത്തുള്ള ശബ്ദം കാരണം ഷൂട്ടിംഗ് പകൽ അവർക്ക് തുടരാൻ പറ്റിയില്ല. അവരെന്ത് ചെയ്തു? പകരം അതിൻ്റെ ഷൂട്ടിംഗ് രാത്രിയാക്കി. അപ്പോൾ അത്രയ്ക്ക് ശബ്ദം കുറഞ്ഞു കിട്ടുന്ന സമയമായതുകൊണ്ട്. मूक युग की अधिकतर फिल्मों को दिन के प्रकाश में शूट कर लिया जाता था. പക്ഷേ മൂക സിനിമ എങ്ങനെയായിരുന്നു? അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. എന്തുകൊണ്ട്? അവർക്ക് ശബ്ദം വരുന്നില്ലല്ലോ. ഒരു ശബ്ദവും അവർക്ക് ബാധകമല്ല. പക്ഷേ ആൾക്കാർക്ക് അഭിനയിച്ച് ഷൂട്ട് ചെയ്ത് പിടിച്ചിങ്ങനെ പോയാൽ മതി. വേറെ ശബ്ദമൊന്നും ഡബ് ചെയ്ത് ചേർക്കണ്ട. मगर मूक युग की अधिकतर फिल्मों को दिन के प्रकाश में शूट कर लिया जाता था. मगर आलम आरा की शूटिंग रात में होने के कारण इसमें कृत्रिम प्रकाश व्यवस्था करनी पड़ी. ആലമാരക്ക് എന്ത് സംഭവിച്ചു? ശബ്ദിക്കുന്ന സിനിമ ആയതുകൊണ്ട് ശബ്ദം കുറക്കാൻ വേണ്ടി അവർ ഷൂട്ടിംഗ് രാത്രി തീരുമാനിച്ചു. അപ്പോൾ രാത്രി തീരുമാനിക്കുമ്പോൾ എന്ത് പറ്റും? ഇരുട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ലൈറ്റിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ അതിന്
പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വ്യവസ്ഥ അവർ ചെയ്യേണ്ടി വന്നു. അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തു. യഹി സെ പ്രകാശ് പ്രണാലി ബനി ജോ ആകെ ഫിലിം നിർമ്മാൺ കാ ജറൂരി ഹിസ്സ ബനി. ഇവിടെ മുതൽ എന്ത് സംഭവിച്ചു? സിനിമ ഷൂട്ടിങ്ങിൽ ലൈറ്റിങ്ങിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ കണ്ടിട്ടില്ലേ, നീണ്ടു വന്നിട്ട് മുകളിൽ റൗണ്ട് പോലത്തെ വലിയ ലൈറ്റ്. ഇപ്പോൾ ലൈറ്റ് ഇല്ലാതെ ഒരു ഷൂട്ടിംഗ് നടക്കാറില്ല. आलमारा ने भविष्य के कई स्टार और तकनीशियन तो दिए ही, अर्देशर की कंपनी तक के भारतीय सिनेमा के लिए 150 से अधिक मूक और लगभग 100 सवाक फिल्में बनाई. പറഞ്ഞാൽ ആലമാര ने भविष्य के कई स्टार और तकनीशियन तो दिए ही, ആലമാര എന്ന സിനിമ പിന്നെ ഭാവിയിലേക്കുള്ള പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഒത്തിരിയേറെ സ്റ്റാറുകൾ, സിനിമാ നടന്മാരെയും നടിമാരെയും ടെക്നീഷ്യൻസിൻ്റെ ഉദ്ദേശിക്കുന്ന ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ നടന്മാരും നടിമാരും ഒഴികെ ബാക്കി എല്ലാവരും ടെക്നീഷ്യൻസാണ്. എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ടെക്നീഷ്യനാണ്, ക്യാമറാമാൻ ടെക്നീഷ്യനാണ്, ലൈറ്റ് ബോയ് ടെക്നീഷ്യനാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അവർ ടെക്നീഷ്യന്മാരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഭാവിയിലേക്കുള്ള വാഗ്ദാനങ്ങൾ ആ സിനിമയിലൂടെ ഉണ്ടായി. अर्देशर की कंपनी तक ने भारतीय सिनेमा के लिए 150 में अधिक से अधिक मूक और लगभग 100 सवाक फिल्में बनाई. അർദ്ദേശ്വറിൻ്റെ കമ്പനി, അന്ന് അർദ്ദേശ്വർ എന്ന വ്യക്തി മാത്രമേ ഉണ്ടായുള്ളൂ സിനിമ നിർമ്മിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിന് 150-ൽ പരം മൂക സിനിമകൾ തന്നെ നിർമ്മിച്ചു. അതിനപ്പുറം സംസാരിക്കുന്ന സിനിമ വന്നപ്പോൾ അതും ഒരു 100 പുള്ളിയുടെ കമ്പനി നിർമ്മിക്കുകയുണ്ടായി. ആലമാര ഫിലിം അറേബ്യൻ നൈറ്റ്സ് ജൈസി ഫാൻറ്റസി തീ. ആലമാര സിനിമയുടെ കഥ എന്ന് പറയുന്നത് നമ്മൾ അറേബ്യൻ നൈറ്റ്സ് കണ്ടിട്ടില്ലേ, കുപ്പി പൊട്ടി ഭൂതം പുറത്തു വരുന്നു, അങ്ങനെ അത്ഭുതം. ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ അത്ഭുതം, നമുക്ക് റിയൽ അല്ലാത്ത കാര്യങ്ങൾ, നമ്മൾ കണ്ട് വിശ്വസിക്കുന്ന ഒരു അത്ഭുതപൂർവമായ കാര്യങ്ങൾ, അതാണ് ഫാൻറ്റസി. അങ്ങനെയുള്ള സിനിമയാണ് ആലമാര. അങ്ങനെയായിരുന്നു. ഫിലിമിനെ ഹിന്ദി ഉറുദു കെ മേൽവാലി ഹിന്ദുസ്ഥാനി ഭാഷാക്കോ ലോക്പ്രിയ ബനായ. സിനിമ എന്ത് ചെയ്തു? ഹിന്ദുവും ഉറുദുവും കൂടി ചേർന്നിട്ടുള്ള ഭാഷയായ ഹിന്ദുസ്ഥാനി എന്നുള്ള ഭാഷ അതിനെ ലോകപ്രിയത്തിൽ എത്തിച്ചു അല്ലേ, അത് ലോകപ്രിയമായി. ഇസ്മേ ഗീത്ത് സംഗീത് തഥാ നൃത്യക്കെ അനോക്കെ സംയോജൻ തേ എന്ന് പറഞ്ഞാൽ ഇതിൽ മ്യൂസിക്കും പിന്നെ പാട്ടുകളും നൃത്തങ്ങളും ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഹലോ, ആലമാര സിനിമയുടെ ആ പോസ്റ്ററിൻ്റെ ഒരു പിക്ചർ കണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ, കണ്ടില്ലേ? റൈറ്റ് സൈഡിൽ ഒരു മഞ്ഞ കളറിൽ അതിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇമ്പീരിയൽ മൂവി ടോൺ, താഴെ പ്രസൻസ് ആണെന്ന് തോന്നുന്നു. ഇന്ത്യാസ് ഫസ്റ്റ് പെർഫെക്റ്റ് ടോക്കി എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന സിനിമേനെ ഉദ്ദേശിക്കുന്നത് ടോക്കി എന്ന് പറയുന്നത്. ആലം ആര അല്ലേ, തൊട്ട് താഴെ വരുമ്പോഴേക്കും ഓൾ എന്താ എഴുതിയിരിക്കുന്നത്? ഓൾ ലിവിങ്, അവിടെ എല്ലാവരും ജീവിക്കുന്നു. ബ്രീത്തിങ് ശ്വസിക്കുന്നു. 100% ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ 100% സംസാരിക്കുന്നു. അപ്പോൾ ഇത് സംസാരിക്കുന്ന സിനിമയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു വഴിത്തിരിവായിരുന്നു അല്ലേ, വലിയൊരു സംഭവമാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഓരോന്നും എടുത്തു പറഞ്ഞിരിക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ പിന്നീടുള്ള വ്യക്തമല്ല. പിന്നെ താഴോട്ട് വരുമ്പോഴേക്കും സ്റ്റാറിങ് എന്താണ്? മിസ്റ്റർ വിട്ടൽ അല്ലേ, നായകൻ്റെ പേരാണ് മിസ്റ്റർ വിട്ടൽ. നായികരാണ് മിസ് സുബൈദ അല്ലേ. താഴെ വരുമ്പോഴേക്കും ഇത് എവിടെയാണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തത്? മുംബൈയിലെ, അതായത് ബോംബെ, പഴയ ബോംബെയിലെ സിനിമ മെജസ്റ്റിക് സിനിമ തിയേറ്ററിലാണ് ഇത് ആദ്യമായിട്ട് റിലീസ് ചെയ്തത് അല്ലേ, പോസ്റ്ററിൽ കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി ലെസൺ തുടരാം. ഫിലിം കി നായിക ജുബൈദ തീ. സുബൈദ, നായികയുടെ പേര് സുബൈദ എന്നായിരുന്നു. നായക് തേ വിട്ടൽ, വിട്ടൽ എന്നാണ് നായകൻ്റെ പേര്. വേ ഉസ് ദൗർ കെ സർവാധിക് പാരിശ്രമിക് പാനെ വാലെ സ്റ്റാർ തേ. ഇവർ രണ്ടുപേരും ആ സമയത്തുള്ള ഏറ്റവും കൂടുതൽ സർവാധിക് പാരിശ്രമിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, സർവാധിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികമായ പാരിശ്രമിക് എന്ന് പറഞ്ഞാൽ എന്താ? റെമ്യൂണറേഷൻ, അതിൻ്റെ വേതനം അല്ലെങ്കിൽ പിന്നെ പാരിതോഷികം, ശമ്പളം വാങ്ങിയിരുന്ന 2 സ്റ്റാറുകളാണ് രണ്ടുപേരും. ഉൻകെ ചയൻ കോ ലേക്കർ ബി എ കിസ്സ കാഫി ചർച്ചിത് ഹെ. ഉൻകെ ചയൻ എന്ന് പറഞ്ഞാൽ അവരുടെ സെലക്ഷൻ, അവരെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ചയൻ കോ ലേക്കർ ബി ഒരു വലിയൊരു സംഭവം ഉണ്ടെന്നാണ് അതിൻ്റെ പിന്നിൽ ചർച്ചിത് ഹെ, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. വിട്ടൽ കോ ഉറുദു ബോൽനേമേ മുഷ്കിലാത്തി തീ. പണ്ടത്തെ സിനിമയിൽ കൂടുതലും ഹിന്ദിക്ക് പകരം ഉറുദു ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ വിട്ടൽ എന്ന നായകന് ഉറുദു പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പെഹലെ ഉൻക ബത്തോർ നായക് ചയൻ കിയാ ഗയ. ആദ്യമേ അദ്ദേഹത്തെയാണ് നായകനായിട്ട് തിരഞ്ഞെടുത്തത്, വിട്ടൽ എന്ന വ്യക്തിയെ. പക്ഷേ ഉറുദു സംസാരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഡയറക്ടർ എന്ത് ചെയ്തു? പുള്ളിയും തൽക്കാലം ഒന്ന് മാറ്റിയിട്ട്
അതിന് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് മെഹബൂബ് എന്നൊരു നായകനെ വെച്ചു. പെഹലെ ഉൻക ബത്തോർ നായക് ചയൻ കിയാ ഗയ. ആദ്യമേ വിട്ടൽ എന്ന വ്യക്തിയാണ് നായകനായിട്ട് തിരഞ്ഞെടുത്തത്. പക്ഷേ മഗർ ഇസി കമ്മിക്ക് കാരൻ ഉന്നെ ഹട്ടാക്കർ, അതായത് ഇസി കമ്മി എന്ന് പറഞ്ഞാൽ ആ കുറവ് കാരണം. എന്താണ് കുറവ്? പുള്ളിക്ക് ഉറുദു ഭാഷ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട്. ഉൻകി ജഗ മെഹബൂബ് കോ നായക് ബനാ ദിയ. അദ്ദേഹത്തിന് പകരമായിട്ട് മെഹബൂബ് എന്ന വ്യക്തിയെ നായകനായിട്ട് വെച്ചു. വിട്ടൽ നാരാജ് ഹോ ഗയെ അവർ അപ്ന ഹക്ക് പാനെ കെ ലിയെ ഉന്നോനെ മുക്കദമ കർ ദിയ. അപ്പോൾ ഇത് അറിഞ്ഞപ്പോഴേക്കും വിട്ടൽ എന്ന നായകൻ, ആദ്യം പുള്ളിയാണല്ലോ നായകനായിട്ട് വെച്ചത്, അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? പുള്ളിയുടെ അവകാശം തിരിച്ചു കിട്ടാനായിട്ട് പുള്ളി കേസിന് പോയി, കോടതിയിൽ കേസിന് പോയി. ഉസ് ദൗർ മേ ഉൻകാ മുക്കദമ മുഹമ്മദ് അലി ജിന്ന ने लड़ा जो तब के मशहूर वकील हुआ करते थे. അതിന് വിട്ടൽ എന്ന വ്യക്തി കേസിന് പോയപ്പോഴേക്കും അത് കേസ് വാദിച്ചത് മുഹമ്മദ് അലി ജിന്ന എന്നൊരു പ്രശസ്തനായ വക്കീലായിരുന്നു. വിട്ടൽ മുക്കദമ ജീത്തെ അവർ ഭാരത് की पहली बोलती फिल्म के नायक बने. വിട്ടലിലെ കേസ് ജയിച്ചു, എന്നിട്ട് ഭാരതത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന സിനിമയിലെ നായകനായി. ഉൻകി കാമയാബി ആകെ ബി ജാരി രഹി. അദ്ദേഹത്തിന് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പുള്ളി ഒത്തിരി തിരക്കുള്ളൊരു നടനായി മാറി പിന്നീട്. മറാഠി और हिंदी फिल्मों में वे लंबे समय तक नायक और स्टंटमैन के रूप में सक्रिय रहे. മറാഠി സിനിമകളിലും ഹിന്ദി സിനിമകളിലും അദ്ദേഹം വിട്ടൽ എന്ന വ്യക്തി വളരെ ദീർഘനാൾ, കുറേ നാളത്തേക്ക് നായകനും സ്റ്റണ്ട്മാനും കൂടിയായിരുന്നു. സ്റ്റണ്ട് മാസ്റ്റർ, അതായത് സ്റ്റണ്ട് പഠിപ്പിക്കുന്ന ആളും കൂടിയായിരുന്നു സിനിമയിൽ. इसके अलावा आलमारा में सोहराब मोदी, पृथ्वीराज कपूर, याकूब और जगदीश सेठी जैसे अभिनेता भी मौजूद रहे. आगे चलकर जो फिल्म उद्योग में के प्रमुख स्तंभ बने. അതുകൂടാതെ ആലമാര സിനിമയിൽ അഭിനയിച്ചവർ സോഹറാബ് മോദി എന്ന ആൾ, പൃഥ്വിരാജ് കപൂർ, യാക്കൂബ്, ജഗദീഷ് സേഠി, ഇങ്ങനെയുള്ള അന്നത്തെ പ്രശസ്ത നടന്മാരൊക്കെയാണ് അന്ന് സിനിമയിലേക്ക് വന്നതും. പിന്നീട് അങ്ങോട്ട് അവർ ഫിലിം ഇൻഡസ്ട്രിയുടെ സിനിമാ വ്യവസായത്തിൻ്റെ പ്രമുഖ സ്തംഭങ്ങളായി മാറി. അവർ പ്രമുഖ വ്യക്തികളായി മാറി സിനിമാ വ്യവസായത്തിൻ്റെ. ये फिल्म 14 मार्च 1931 को मुंबई के മെജസ്റ്റിക് സിനിമ में प्रदर्शित हुई. ഈ സിനിമ 14 മാർച്ച് 14 1931 മുംബൈയിലെ മെജസ്റ്റിക് തിയേറ്ററിൽ ഇത് പ്രദർശിപ്പിക്കപ്പെട്ടു, റിലീസ് ചെയ്തു. ഫിലിം 8 സപ്താഹ തക്ക് ഹൗസ്ഫുൾ ചലി. 8 ആഴ്ചയോളം ഹൗസ്ഫുള്ളായിരുന്നു. और भीड़ इतनी उमड़ती थी कि पुलिस के लिए नियंत्रण करना मुश्किल हो जाया करता था. ഇപ്പോൾ 8 ആഴ്ച വരെ ഹൗസ്ഫുൾ ആയതുകൊണ്ട് തിരക്ക് കാരണം പോലീസുകാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു സിനിമ കാണാനായിട്ട്, ഭയങ്കര ഹൗസ്ഫുള്ളായിരുന്നു. സമീക്ഷകോ ने इसे भड़कीली ഫാൻറ്റസി ഫിലിം കരാർ ദിയാ था. സമീക്ഷക് എന്ന് പറഞ്ഞാൽ ഇതിനെ നിരൂപകരുണ്ട്, സിനിമ നിരൂപകരുണ്ട്, അതിനെക്കുറിച്ച് നിരൂപണങ്ങൾ എഴുതുന്ന ആൾക്കാരുണ്ട്. അവർ പറഞ്ഞത് ഇത് ബഡ്കിലി ഫാൻറ്റസി, അതായത് ബഡ്കിലി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു, പിന്നെ ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന സിനിമ, എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയും. കരാർ ദിയാ ഗയ, അവർ അങ്ങനെ മാറ്റി. പക്ഷേ മഗർ ദർശകോं के लिए ये फिल्म एक अनोखा അനുഭവം थी എന്ന് പറഞ്ഞാൽ, പക്ഷേ ഈ പ്രേക്ഷകർ, സിനിമ കാണാൻ വന്നവർ, അവർക്ക് ഇതൊന്നും വലിയ വിഷയമായിരുന്നില്ല. അവർ വളരെ ആസ്വാദനത്തോടു കൂടി തന്നെ ഈ സിനിമ വന്നിരുന്ന് കണ്ടു. ഉൻകെ ലിയേ യേ ഫിലിം അനോഖ അനുഭവം थी. അവർക്കത് വിചിത്രമായൊരു അനുഭവമായിരുന്നു, ആദ്യത്തെ സംസാരിക്കുന്ന സിനിമ ആയതുകൊണ്ട്. യേ ഫിലിം 10,000 ഫൂട്ട് ലംബി थी. ഈ സിനിമ, പണ്ട് സിനിമ ഇപ്പോഴാണ് ഡിജിറ്റലായത്, നമ്മുടെ ഡിജിറ്റൽ മൂവി ക്യാമറ എല്ലാം വന്നു. പണ്ട് ഫിലിമിലായിരുന്നു സിനിമ പിടിച്ചിരുന്നത്, റോള് കണക്കിന് വെച്ചിട്ട് ഫിലിമിലേക്ക് വന്നിട്ട് നമ്മൾ പഴയ ഫിലിം ക്യാമറ കണ്ടിട്ടില്ലേ, ഫോട്ടോ എടുത്തിട്ട് അത് ഫിലിം നമ്മൾ കഴിക്കാൻ കൊടുക്കും, സ്റ്റുഡിയോയിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഫിലിമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഫിലിമിൻ്റെ നീളമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 10,000 ഫൂട്ട് ലംബി എന്ന് പറഞ്ഞാൽ 10,000 അടി നീളമുണ്ടായിരുന്നു ആ ഫിലിമിന്. അവർ ഇസെ 4 മഹീനോ കി കടി മേഹനത് സെ തയ്യാർ കിയാ ഗയ താ. സിനിമയുടെ ഷൂട്ടിങ്ങിന് മൊത്തം 4 മാസത്തോളം അവർ കഠിന പ്രയത്നം ചെയ്തു, ഒത്തിരി പാടുപെട്ടാണ് ഈ സിനിമ അവർ പൂർത്തീകരിച്ചത്. സവാക് ഫിലിമോं के लिए पौराणिक कथाओं, पारसी रंगमंच के नाटकों, अरबी प्रेम कथाओं को विषय के रूप में चुना गया. സവാക്സ് ഫിലിമോ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ടോക്കിംഗ് സിനിമ, ശബ്ദമുള്ള സിനിമയ്ക്ക് ലിയെ പൗരാണിക് കഥാവും, അതായത് പുരാണങ്ങളിലെ കഥകളും, പിന്നെ പാഴ്സി
പാഴ്സി വിഭാഗത്തിലുള്ള ജനങ്ങളുടെ നാടകത്തിലെ നാടകങ്ങളും അറബി പ്രേം കഥാവും അറബ് കഥകളും അറബി ലവ് സ്റ്റോറീസും കോ വിഷയ് കെ രൂപമേ ചുനാ ഗയ, അതിനെല്ലാം അവർ വിഷയങ്ങളാക്കി മാറ്റി. ഇൻകെ അലാവ കൈ സാമാജിക് വിഷയവും വലിയ ഫിലിമേയും ബിബനി, ഇത് കൂടാതെ കുറേ ആനുകാലിക, അതായത് നമ്മുടെ സാമൂഹികപരമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനെ കൂടി ഉൾപ്പെടുത്തി അവർ സിനിമ എടുത്തിരുന്നു. ऐसे ही ഫിലിം തീ ഖുദാ കി ഷാൻ, അങ്ങനെ ഒരു സാമാജിക അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സിനിമയായിരുന്നു ഖുദാ കി ഷാൻ. അതായത് ഖുദാ കി ഷാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ഭുതം അല്ലെങ്കിൽ ഐശ്വര്യം. ഇസ്മേ ഏക് കിർദാർ മഹാത്മാഗാന്ധി ജേസാത്ത, അതിൽ ഒരു കഥാപാത്രം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിനെ പോലെയായിരുന്നു. അപ്പോൾ ഇത് സംസാരിക്കുന്ന സിനിമയായതുകൊണ്ട് അദ്ദേഹം കുറേ നല്ല മെസ്സേജ് കൊടുക്കും. അപ്പോൾ ജനങ്ങൾക്ക് അദ്ദേഹം ശക്തമായൊരു മാധ്യമമാണ് സിനിമ. നമുക്ക് സിനിമയിലൂടെ ഒത്തിരിയേറെ മെസ്സേജുകൾ നമുക്ക് ജനങ്ങളിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സിനിമയിലൂടെ മെസ്സേജ് പാസ് ചെയ്തപ്പോൾ ഇത് ബ്രിട്ടീഷുകാർക്ക് അത് വളരെ ഒരു എതിർപ്പുണ്ടാക്കി ആ സമയത്ത്. इसके कारण സവാക്ക് സിനിമാക്കോ ബ്രിട്ടീഷ് പ്രശാസകവും കി തീകി നജർ കാ സാമന കർണ പടാ, അതുകൊണ്ട് इसके कारण സംസാരിക്കുന്ന സിനിമകൾക്ക് ബ്രിട്ടീഷ് പ്രശാസകവും, അതായത് ബ്രിട്ടീഷ് റൂളേഴ്സ് അല്ലേ, ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ തീകി നജർ, അവരുടെ ശക്തമായ ഇടപെടലിന്, നജർ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ഐസ് എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ വളരെയേറെ അതിനെ ശ്രദ്ധിച്ച് കൊണ്ടിരുന്നു. നസുക സാമന കർണപ്പെട, അവർ അതിനെ ഒത്തിരി എതിർപ്പും ചെയ്തിരുന്നു. സവാക് സിനിമ കെ നയെ ദൗർ കി ശുരുവാത്ത് കരാനെ വാലെ നിർമ്മാത നിർദ്ദേശക് അർദേശിർ ഇത്തനെ വിനമ്രത്തെ എന്ന് പറഞ്ഞാൽ ടോക്കിംഗ് സിനിമയുടെ അല്ലെങ്കിൽ ശബ്ദമുള്ള സിനിമയുടെ പുതിയ കാലഘട്ടത്തിലെ തുടക്കം കുറിച്ച് വെച്ച നിർമ്മാതാവും സംവിധായകനുമായ അർദേശിർ, പുള്ളി വളരെ വളരെ വിനയമുള്ളൊരു വ്യക്തിയായിരുന്നു. कि जब 1956 में आलमारा के प्रदर्शन के 25 वर्ष पूरे होने पर उन्हें सम्मानित किया गया എന്ന് പറഞ്ഞാൽ 1956 ആലമാര ആദ്യമായിട്ട് ഇറങ്ങിയതിൻ്റെ 25 വർഷം തികഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകി. അവർ ഉന്നെ ഭാരതീയ സവാക് ഫിലിമോ കാ പിത, അതായത് ഇന്ത്യയുടെ ടോക്കിംഗ് സിനിമ അതായത് സംസാരിക്കുന്ന സിനിമയുടെ പിത എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് ടോക്കിംഗ് സിനിമ എന്നൊരു ടൈറ്റിൽ പുള്ളിക്ക് കൊടുക്കുകയുണ്ടായി. കഹാ ഗയാത്തോ ഉന്നെ ഉസ് മൗക്കെ പർ കഹാത്ത, അത് ആ സമയത്ത് പുള്ളി വളരെ വിനയാനീതനായിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? മുജെ ഇത്തന ബഡാ കിതാബ് ദേനേക്ക് ജറുരത് നഹീ, എന്നെ ഇത്ര വലിയ സ്വീകരണമൊന്നും നൽകേണ്ട ആവശ്യമില്ല. മേനെ തോ ദേശ് കെ ലിയെ അപ്നെ ഹിസ്സെ ക ജറൂരി യോഗ്ദാൻ ദിയാ ഹെ, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി എന്നാൽ കഴിയും വിധം ഞാനൊരു കോൺട്രിബ്യൂഷൻ നൽകി, അല്ലെങ്കിൽ ഞാനൊരു പുതിയൊരു കാര്യത്തിന് തുടക്കമിട്ടു, അത്ര ഞാൻ ചെയ്തുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. जब पहली बार सिनेमा ने बोलना सीख लिया, सिनेमा में काम करने के लिए पढ़े लिखे अभिनेता अभिनेत्रियों की ज़रूरत भी शुरू हुई എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സംസാരിക്കുന്ന സിനിമ ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ സാഹിത്യപരമായിട്ട് എങ്ങനെ എഴുതി പറഞ്ഞിരിക്കുന്ന ജബ് സിനിമാനെ ബോൾന സീഖ് ലിയ, സിനിമ സംസാരിക്കാൻ തുടങ്ങി എന്നാണ് അതിനെ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമാമേ കാം കർണേ കെ ലിയെ പഠേ ലിഖേ അഭിനേത അഭിനേത്രിയും കി ജറൂരത് ബി ശുരു ഹുയി എന്ന് പറഞ്ഞാൽ സിനിമയിൽ ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് പഠേ ലിഖേ, പഠിപ്പും എഴുത്തും വായനയും അറിയുന്ന അഭിനേത നടന്മാരെയും നടിമാരെയും ആവശ്യം വന്നു. എന്തുകൊണ്ട് ആവശ്യം വന്നു? ക്യോങ്കി അബ് സംവാദ് ബി ബോൾനെത്തെ, ഇപ്പോൾ അവർക്ക് സിനിമയിൽ ഡയലോഗ് പറയേണ്ടി വന്നു, ഡയലോഗ് പറയേണ്ട ആവശ്യമുണ്ട്. പണ്ടങ്ങനെയല്ല, സംസാരിക്കാത്ത സിനിമ ആയിരുമ്പോൾ വെറുതെ ആക്ഷൻ കാണിച്ച് ആർക്ക് വേണമെങ്കിലും ആക്ഷൻ കാണിച്ച് പോകാമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഡയലോഗ് പറയണം. സിർഫ് അഭിനയ് സെ കാം നഹി ചലനെ വാലാത്ത, വെറുതെ അഭിനയം മാത്രമായിട്ട് കാര്യം നടക്കില്ല, ഡയലോഗും പറയണമായിരുന്നു. മൂക്ക് ഫിലിമോം കെ ദൗർ മേ തോ പഹൽവാൻ ജൈസെ ശരീർ വാലെ സ്റ്റണ്ട് കർനെ വാലെ അവർ ഉച്ചൽ കൂദ് കർനെ വാലെ അഭിനേതാവും സെ കാം ചൽ ജായ കർത്താത്ത എന്ന് പറഞ്ഞാൽ മൂക സിനിമയുടെ കാലത്ത് പഹൽവാൻ, കുറച്ച് പൊക്കവും തടിയും ഉള്ള ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റണ്ട് ഓടാനും ചാടാനും ഒരാളുണ്ടെങ്കിൽ അവർക്ക് അത് വെച്ചിട്ട് കാണിച്ചിട്ട് അവർക്ക് സിനിമ എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. അബ് ഉന്നെ സംവാദ് ബോൽന താ, ഇപ്പോൾ അവർക്ക് ഡയലോഗ് പറയേണ്ട ആവശ്യമുണ്ട്. അവർ ഗായൻ കി പ്രതിഭ കി കദ്ർ ബി ഹോനയിലേക്ക് എത്തി, ഇപ്പോൾ സംഗീതകാരന്മാരുടെ ആവശ്യമുണ്ട്, സംഗീതജ്ഞരുടെ ആവശ്യമുണ്ട്. കാര്യം സംഗീതം ചെയ്യാൻ ഒരാൾ, പാടാൻ ഒരാൾ ഒക്കെ ആവശ്യമുണ്ട്. इसलिए आलम आरा के बाद आरंभिक सवाक दौर की फिल्में में कई गायक अभिनेता बड़े पर्दे पर नजर आने लगे. അപ്പോൾ ആലമാരയുടെ വരവോടുകൂടി ഒത്തിരി ആരംഭിക് സവാക് ദോർ കെ ഫിലിം സംസാരിക്കുന്ന സിനിമകൾ വന്നതോടുകൂടി
ഒത്തിരി ഗായകർക്കും അഭിനേതാക്കൾക്കും അല്ലെങ്കിൽ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ബിഗ് സ്ക്രീനിൽ വരാനുള്ള ഭാഗ്യമുണ്ടായി. അവർ വന്നു എന്നാണ് പറയുന്നത്. ബിഗ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ സിനിമ കാണിക്കുന്നതിനാണ് ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഹിന്ദി ഉറുദു ഭാഷാവും കാ മഹത്വ ബഡ. ഹിന്ദി ഉറുദു ഭാഷയുടെ മഹത്വം കൂടി എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ ജനപ്രചാരം കിട്ടി. सिनेमा में देह और तकनीक की भाषा की जगह जन प्रचलित बोलचाल की भाषाओं का दाखिला हुआ. സിനിമയിൽ പണ്ട് ഒരു ശരീരം കാണിച്ച് അല്ലെങ്കിൽ സിനിമ നടത്തിയിരുന്ന സ്ഥാനത്ത് ഇന്ന് ജൻ പ്രചലിത് ബോൾച്ചാൽ, ജനങ്ങളുടെ ഇടയിൽ സംസാരിക്കുന്ന ഭാഷകളുടെ സിനിമ വരാൻ തുടങ്ങി. സിനിമ ജാഥ ദേശി ഹുയി. സിനിമ കൂടുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. എല്ലാവർക്കും ലോകപ്രചാരം ജനപ്രചാരമായുള്ള ഒരു മാധ്യമമായി മാറി. एक तरह की नई आज़ादी थी जिससे आगे चलकर हमारे दैनिक और सार्वजनिक जीवन का प्रतिबिंब फिल्मों में बेहतर होकर उभरने लगा. സിനിമ एक तरह की नई आज़ादी, ഇത് ഒരു തരത്തിലുള്ള പുതിയ സ്വാതന്ത്ര്യമായിരുന്നു ജനങ്ങൾക്ക്. ജിസ്സെ ആകെ ചൽക്കർ, മുന്നോട്ട് നീങ്ങിയിട്ട് ഹമാരെ ദൈനിക് അവർ സാർവജനിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിനമുള്ള അല്ലെങ്കിൽ ദിവസേനയുള്ള അല്ലെങ്കിൽ സാർവജനിക് സർവ്വ ജനങ്ങളുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനം, പ്രതിബിംബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലനം, റിഫ്ലക്ഷൻ അല്ലേ. നമ്മുടെ സമൂഹത്തിലെ ജീവിതത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായി സിനിമ മാറി. അതിൻ്റെ കഥകൾ പറയാൻ തുടങ്ങി. അഭിനേതാവോ അഭിനേത്രിയോ की लोकप्रियता का असर उस दौर के दर्शकों पर भी खूब पड़ रहा था. അഭിനേതാക്കളും അഭിനേത്രികളും അഭിനയിച്ചു വന്നപ്പോൾ അവർക്ക് കൂടുതൽ ജനപ്രചാരം കിട്ടി അല്ലെങ്കിൽ ലോകപ്രിയത കിട്ടി. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു സിനിമാ നടൻ സൂപ്പർ സ്റ്റാർ ആവുന്നത് എങ്ങനെയാണ്? നമ്മൾ അയാളെ കണ്ട് ഇഷ്ടപ്പെട്ട് വീണ്ടും അയാളുടെ സിനിമ വരാൻ കാത്തിരിക്കും. വീണ്ടും ജനങ്ങൾ തിരിച്ച് കയറും. അങ്ങനെ അദ്ദേഹത്തിന് ഡിമാൻഡായി മാറും. അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് ജനങ്ങൾ കാണാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാറായി മാറുന്നത്. അതുപോലത്തെ സ്ഥിതി ഇവിടെ ഉണ്ടായെന്നാണ് പറയുന്നത്. माधुरी नाम की फिल्म में नायिका सुलोचना के हेयर स्टाइल और उस दौर में औरतों में लोकप्रिय थी. മാധുരി എന്നൊരു സിനിമ ഇറങ്ങി. ആ സിനിമയിലെ നായിക സുലോചനയുടെ ഹെയർ സ്റ്റൈല് അന്നത്തെ കാലത്ത് സമൂഹത്തിൽ സ്ത്രീകളുടെ ഇടയിൽ ഒരു ഫാഷനായി മാറി. ഒരു ലോകപ്രിയത, ജനപ്രചാരമുള്ള ഒരു ഹെയർ സ്റ്റൈലായി മാറി. औरतें अपनी केश सज्जा उसी तरह कर रही थी. औरतें എന്ന് പറഞ്ഞാൽ മഹിളകൾ അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെ കേശ സജ്ജ എന്ന് പറഞ്ഞാൽ ഹെയർ സ്റ്റൈൽ അതേപോലെ അവർ വെക്കാൻ തുടങ്ങി. अर्देशीर ईरानी की फिल्मों में भारतीय के अलावा ईरानी कलाकारों ने भी अभिनय किया था. अर्देशीർ ഇറാനിയുടെ സിനിമയിൽ നമ്മുടെ ഭാരതത്തിലെ കലാകാരന്മാരെ കൂടാതെ ഇറാനിലെ കലാകാരന്മാരും അഭിനയിച്ചു തുടങ്ങി. ഇറാൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇറാഖ് എന്ന് കേട്ടിട്ടില്ലേ രാജ്യങ്ങൾ? അതിൽ ഇറാനിലെ കലാകാരന്മാർ. സ്വയം ആലമാര ഭാരത് के अलावा ശ്രീലങ്ക, ബർമ്മ और പശ്ചിമ ഏഷ്യ में पसंद की गई. നമ്മുടെ ആലമാര ഭാരതത്തിൽ മാത്രമല്ല ഭാരതത്തിന് പുറത്തേക്കും പോയി. എവിടെയൊക്കെ പ്രദർശിപ്പിച്ചു? ശ്രീലങ്ക, ബർമ്മ, പശ്ചിമേഷ്യ അതായത് പടിഞ്ഞാറൻ ഏഷ്യയിലും ഒത്തിരി ഇഷ്ടപ്പെട്ടു ആളുകൾക്ക് അത് കണ്ടിട്ട്. भारतीय सिनेमा के जनक फाल्के को सवाक सिनेमा के जनक अर्देशीर ईरानी की उपलब्धि को अपनाना ही था. നമ്മുടെ അർദേശീർ ഇറാനി ആലമാര പിടിച്ചതിന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് രണ്ടാമത് പിന്നെ സിനിമ കൊണ്ടു നടന്ന ആളാണ് ഫാൽക്കെ. ഫാൽക്കെ എന്ന് പറഞ്ഞാൽ ദാദാ സാഹിബ് ഫാൽക്കെ ആണെന്നാണ് തോന്നുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ അദ്ദേഹം നമ്മുടെ ഭാരത സിനിമയിലെ അർദേശീർ ഇറാനിക്ക് ശേഷം ഭാരത സിനിമയിലെ ഏറ്റവും വലിയൊരു വ്യക്തിത്വമാണ്. ഇപ്പോഴും നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ വർഷവും ഏറ്റവും നല്ല കലാകാരനുള്ള അവാർഡ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡെന്ന് കൊടുക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ പത്രങ്ങളിൽ കാണുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അർദേശീർ ഇറാനിയിൽ നിന്ന് ഫാൽക്കെ സിനിമയുടെ പാരമ്പര്യം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ക്യോങ്കി വഹാൻ സെ സിനിമ കാ എക് നയാ യുഗ് ശുരു ഹോ ഗയ. അവിടെ മുതൽ സിനിമയുടെ ഒരു പുതിയൊരു യുഗം ആരംഭിച്ചു അല്ലേ. അപ്പോൾ ഈ കഥയുടെ ലേഖകനാരാണ്? പ്രദീപ് തിവാരി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക. ഞാൻ വീണ്ടും അടുത്ത ലെസനായിട്ട് വരാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.